ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടോ സന്തോഷമായിട്ടോ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെ കിട്ടിക്കാണുമല്ലേ? ഇവിടെയും കിട്ടിയിട്ടോ നല്ല മഴ. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതേ ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാടൻ വെണ്ടയ്ക്കയാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ഞാനിതേ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു തുണിയിലേക്ക് മാറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൂസും അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുണിയിൽ വെക്കുകയാണ് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മൂത്ത് പോകും കേട്ടോ. നമ്മളിതൊക്കെ ഒന്നും ഒന്നിച്ചുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ ഇതേ തുണിയിലൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഞെട്ടി ഭാഗവും തുമ്പ് ഭാഗവും ഇല്ലേ അതൊന്ന് വെട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂക്കുന്നത് കുറയും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഫ്രിഡ്ജിൽ അതുപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി അത് മൂക്കുന്നുണ്ട്. അതായത് അത് ഉറപ്പ് വന്നിട്ട് പിന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ഞെട്ടിയും ഇതിൻ്റെ ചുണ്ടൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ മൂക്കാതെ നമ്മളാ വെക്കുന്ന അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ ഇന്ന് എനിക്ക് പകൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കഴുത്ത് വേദനയാണ് കേട്ടോ. കഴുത്ത് അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ആകെ തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് തീർത്തിട്ട് ഒന്നിരിക്കണം എന്നുള്ളൊരു മട്ടിലായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെണ്ടയ്ക്ക കിട്ടിയ സമയത്ത് മനു എന്നോട് പറഞ്ഞതൊന്ന് ഉപ്പേരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഉപ്പേരിയും കൂടി ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞെട്ടും കാര്യങ്ങളൊക്കെ അപ്പൂസ് എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇനി അതങ്ങനെ ഓരോ പീസായിട്ട് എറിയലാണ് അപ്പൂസിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. അതിന് ശേഷം കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ. നാടൻ ചീര തന്നെയാണ്. അപ്പോൾ അതും ഞാനൊന്ന് എന്താ പറയുക പുഴു കഴിച്ച ഇല ഉണ്ടാവില്ലേ ആ ഇലയൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ വേറെയുള്ള ഇലകളും കേടുവന്ന ഇലകളും ഭാഗങ്ങളും ഒക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാറില്ല. പണ്ടൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക വീട്ടിലുള്ള 2 കുട്ടികൾക്ക് എന്തോ വിഷാംശമേറ്റു എന്നുള്ളൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് സംഭവം എന്നൊക്കെ നോക്കി വരുന്ന സമയത്ത് ഒരു ഫ്രിഡ്ജിലുള്ള പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാലിൽ പുഴുണ്ടായിരുന്നു. അല്ല പുഴുന്ന് ഈ പാമ്പിൻ്റെ കുട്ടിയില്ലേ ആ പാമ്പിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ചീര വെച്ചതിലായിരുന്നു അത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് കേട്ടോ. ചീര അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ ഒരു ചീര ആ കെട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ തൊടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അല്ലേ അതുപോലെ തന്നെ വെക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു ന്യൂസ് പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ കേട്ടോ. നന്നാക്കിയതിന് ശേഷം ഓരോ ബോക്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് സാധനവും വെക്കുകയാണെങ്കിൽ വെക്കാറുള്ളൂ. അല്ലാത്ത രീതിയിൽ വെക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നോട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. നമ്മൾ എന്ത് സാധനം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും അത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചാനൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടച്ച് വെക്കുന്ന കൂട്ടുകാരും അടയ്ക്കാതെ വെക്കുന്ന കൂട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് സാധനം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യുക. എങ്കിൽ കൂടി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നോട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് 2 ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണു. പിന്നെ അതേ ഉപ്പേരി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. പുലർച്ചെ തുടങ്ങിയ മഴയും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക, സുരക്ഷിതമായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.